ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഓവനിൽ വെച്ചിട്ട് ചിക്കൻ തന്തൂരി എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഴി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല നമ്മൾക്ക് ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈര് വേണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ തന്തൂരി മസാല വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഏകദേശം ഒരു സ്പൂണോളം വേണ്ടി വരും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോഴേ ഉള്ളൂ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ചിക്കൻ നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഈ മസാല നമ്മൾക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമ്മുടെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് മുന്നേ ഇതൊന്ന് ഈ കാലൊന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾക്ക് ബൗളിലേക്ക് വെക്കുമ്പം കുറച്ചും കൂടെ സൗകര്യമാവും. എന്നിട്ടിത് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സ്മെല്ല് തീരെ പുറത്ത് പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലിം റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യാണ് കേട്ടോ. ഇത് മിനിമം 6 മണിക്കൂർ വെക്കണം. ഇനിയിപ്പോൾ കൂടുതൽ വെച്ചാൽ ഒരു കുഴപ്പമില്ല, പക്ഷേ മിനിമം 6 മണിക്കൂറെങ്കിലും വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ മിനിമം 6 മണിക്കൂർ എന്തായാലും വെക്കണം. ഇനി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ് കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് 6 മണിക്കൂറിന് ശേഷം. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് ആ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രില്ലൊന്ന് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് നമ്മൾക്കൊന്ന് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 സൈഡ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ രണ്ടാമതും ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 200 ഡിഗ്രിയിൽ നമ്മൾക്കൊരു 15 മിനിറ്റ് വെക്കണം. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ആ സമയത്തിൽ നമ്മൾക്കൊരു ചട്നി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി മല്ലിയിലയാണ് കേട്ടോ എടുത്തത്. പുതിന ഉണ്ടെങ്കിൽ നന്നായിരിക്കും, പുതിന ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറും മല്ലിയില മാത്രമാണ് എടുത്തത്. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളകും ചേർക്കാം. പിന്നെ കുറച്ച് തൈരും, ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈരും പിന്നെ അല്പം ഉപ്പും ചേർത്തിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഒരു സാലഡും ആണ്. നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തക്കാളിയും ക്യാരറ്റും ഉള്ളിയാണ് കേട്ടോ എടുത്തത്. ക്യാബേജും കുക്കുമ്പറൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായിരുന്നു. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ തന്തൂരി ഇവിടെ റെഡിയായി. ഞങ്ങൾ ഡിന്നറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓവൻ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഞാൻ
നമ്മുടെ കുക്കറിൽ വെച്ചിട്ട് എങ്ങനെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.